ജീസസ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇനി ഒരു 2 മാസം, അതായത് ഏപ്രിൽ ടു മെയ്, ഈ 2 മാസം ജനങ്ങൾ വളരെ, നമ്മൾ നോക്കിക്കാണുന്ന നമ്മൾക്ക് തന്നെ വളരെ വേദനയോടെ നോക്കുന്ന 2 മാസമാണ്. ഇത്രയും ദിവസം ചാരമാതാവിൻ്റെ അടുത്തേക്ക് ജനങ്ങൾ ഓടിയെത്തുമായിരുന്നു. ഇനി ഒരു കുറച്ച് നാളത്തേക്ക് ചാരമാതാവിന് കുറച്ച് വെയിറ്റിംഗ് ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു പുണ്യാളൻ രൂപപ്പെട്ടിട്ടുണ്ട്. 2 മാസത്തേക്ക് 1 വർഷം മുമ്പ് നേർന്നു വെച്ചിരിക്കുന്ന കോഴിയുണ്ട്. ഈ കോഴിയെ ബലി കൊടുക്കുവാനായിട്ട് പുണ്യാളൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ് ഇനി. എന്ന് വെച്ചാൽ പുണ്യാളന് കോഴിച്ചോറ് കൊടുക്കണം, പാമ്പിന് സന്തോഷം, പുണ്യാളന് സന്തോഷം. അതാണ് ഇനി 2 മാസത്തെ കാലം. ഒരുപാട് കുഞ്ഞാടുകൾ ഇങ്ങനെ കോഴിയെ നേർന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കോഴി മൂപ്പത്തി പരുവായിരുന്നു. എൻ്റെ ചെറിയ കാലത്തിൽ, കൊച്ചു പ്രായത്തിൽ, എൻ്റെ നാട്ടിൽ ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ്, എൻ്റെ 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഒരു നേർച്ച കഴിക്കുമായിരുന്നു. ഈ നേർച്ച കടമറ്റത്തെ കത്തനാർക്ക് 1 വർഷം മുമ്പ് കോഴിയെ നേർന്നു വയ്ക്കും. ഏതെങ്കിലും വീട്ടിലെ ഒരു കാരണവർ മിക്ക വീടുകളിലും ആഴ്ചയിൽ മേടമാസത്തിൽ തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കടമറ്റത്ത് കത്തനാർക്ക് കോഴിയെ കുരുതി കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ സന്ധ്യയാകുമ്പോൾ വലിയ ഒരു ഇല വെട്ടിക്കൊണ്ടുവന്ന് ഈ ഇലയിലെ കോഴിയുടെ കഴുത്ത് കണ്ടിച്ച് അതിൻ്റെ മുൻപിൽ അന്നത്തെ കാലത്ത് വാറ്റുചാരായമാണ്. വാറ്റുചാരായം ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച് സാമ്പ്രാണി, മെഴുകുതിരി ഇത്യാദി സാധനങ്ങളെല്ലാം വെച്ച് സ്വർഗസ്ഥനായ എന്ന പിതാവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന അതിമനോഹരമായി നീട്ടിച്ചൊല്ലും. വീടിൻ്റെ അകത്ത് പലഹാരങ്ങളും, വീടിൻ്റെ അകത്ത് ഈ അറുത്ത കോഴിയെ കൊണ്ടുവന്ന് വെച്ച്, പുറത്തു വെച്ച ചാരായം വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ച്, ഇത്തിരിയില്ലാത്ത കുഞ്ഞിൻ്റെ വായിൽ മുതൽ മുതിർന്നവരുടെ വായിൽ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വായിൽ വരെ കടമറ്റത്ത് കത്തനാർക്ക് അർപ്പിക്കപ്പെട്ട ചാരായത്തിൽ നിന്ന് മുക്കി ഓരോ കുഞ്ഞുങ്ങളുടെ നാവിലേക്ക് ഇറ്റിറ്റ് കൊച്ചു കൊടുക്കുമായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അത് കുറഞ്ഞിട്ട് ആ വീടുകളെല്ലാം ഇന്ന് ഏകദേശം ഒക്കെ ഒരു ലെവലിലും പരുവത്തിലൊക്കെ ആയിക്കഴിഞ്ഞു. ഇന്ന് അതിനെ മാറ്റിയിട്ട് ഇതിന് ഓമനപ്പേരിട്ട് വിളിച്ച ഊട്ടുനേർച്ച എന്നുള്ള രക്തബലി കൊടുക്കുവാൻ ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് രക്തബലി? പക്ക പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായി പുണ്യാളന് കോഴിച്ചോര കൊടുത്താൽ മാത്രമേ അനുഗ്രഹത്തിന്റെ സമൃദ്ധി വരുമുള്ളൂ എന്ന് പുരോഹിതന്മാർ ഉൾപ്പെടെ പഠിപ്പിച്ച് പാവപ്പെട്ട കുഞ്ഞാടുകളെന്ന് ഏകദേശം പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നീണ്ടു നിൽക്കുന്ന ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞു. ഇവരുടെ ഒന്നും അകത്ത് വചനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. 2 മാസം ഏപ്രിൽ തൊട്ട് അങ്ങോട്ട് നടുവിലെ ഇത്രയും ദിവസം ഏകദേശം 45-50 ദിവസം പുണ്യാളന്റെ ഊഴമാണ്. മാതാവിന്റെ ഊഴം കുറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രയോ കഠിനമായ പാപത്തിലൂടെ മനുഷ്യനിങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വചനം വായിക്കാം. ജെറമ്യ 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. ശപിക്കപ്പെട്ടവനാ. ദൈവം പറയുന്നതാടാ നീ ശപിക്കപ്പെട്ടവനാന്ന്. പിന്നെ പറയുന്നതിന് എന്താ കുഴപ്പം? കർത്താവിൽ നിന്ന് അകന്നു മാറിയിട്ടല്ലേ ഈ പുണ്യാളന് യഥാർത്ഥമായി ബലി കൊടുക്കുന്നത്. കോഴിച്ചോര കൊടുത്ത് തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. പാമ്പ് വീട്ടിൽ കയറാതിരിക്കത്തുള്ളൂ. പാമ്പ് ആരാണ്? പാമ്പ് പിശാചിന്റെ പ്രതീകമല്ലേ? ഈ പിശാചിന്റെ തലയല്ലേ അത്യുന്നതനായ ദൈവം ക്രൂശിൽ മെതിച്ച ജയം വരിച്ചവൻ. അവ ശത്രുവിനെ ആരാധിക്കുന്ന പള്ളി ക്രിസ്ത്യാനി, നീ ചിന്തിക്കണം. നിന്റെ തലമുറ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കണം. ഒന്ന് കണ്ണു തുറക്കും. നിങ്ങൾ വചനത്തെ വേണ്ടി ഒന്ന് ആകാംക്ഷയോടെ നിങ്ങളുടെ അകത്തേക്ക് ഒന്ന് മുഴങ്കാലം മടക്കിയിട്ട് ചോദിക്കുക, കർത്താവേ, ഈ അനുഗ്രഹം കിട്ടാൻ എന്തിനു വേണ്ടി 1 വർഷം കാത്തുവെച്ച കോഴിയുമായി സഞ്ചയിലിട്ട് എന്തിനു വേണ്ടി ഞങ്ങൾ ഓടുന്നു? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാമായിരുന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ജെറമ്യ 7-ാം അധ്യായം 30-31 വാക്യം നമ്മൾ നോക്കുമ്പോൾ, യഹൂദ പുത്രന്മാർ എനിക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 31-ാമത്തെ വചനം. ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിൽ ഇട്ട് ദഹിപ്പിക്കേണ്ടതിന് അവൻ ബെൻഹിന്നോ താഴ്വരയിലുള്ള തൊഫേത്തിലെ പൂജാരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ല.
ഇന്ന് പുണ്യാളന് നേർച്ച കൊടുക്കുന്നതും രക്തബലി കൊടുക്കുന്നതും എന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ മനസ്സിൽ പോലും തോന്നിയതല്ല. ഇന്ന് സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഊട്ടുനേർച്ച എന്ന ഓമന പേരിട്ട് ഒരു ഗർഭവരം ദൈവത്തിന്റെ ദാനവും മക്കൾ അവന്റെ സമ്മാനവുമാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഈ പുണ്യാളനെ അടിമ വെച്ച് നിങ്ങൾ ഊട്ടുനേർച്ച നടത്തുന്നത് എത്രയോ ഭയാനകരമായി, എത്രയോ മ്ലേച്ഛതയാണിത്. നിങ്ങൾക്ക് ഗർഭവരം തന്നതാരാണ്? കുഞ്ഞുങ്ങളെ തന്നതാരാണ്? ഈ കുഞ്ഞുങ്ങളെ പുണ്യാളനെ കൊണ്ടുപോയി അടിമ വെച്ച് എന്തിനു വേണ്ടി? ഊട്ടുനേർച്ച എന്ന രക്തബലിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങൾ കൊടുക്കുന്നത്. ഈ പുണ്യാളന് കോഴിച്ചോരയും ചാരായം കൊടുത്ത് പ്രീതിപ്പെടുത്തുന്ന ദൈവത്തിന്റെ അനുഗ്രഹം, അത് ദൈവത്തിന്റെ അനുഗ്രഹമല്ല. എപ്പോഴെങ്കിലും അപ്പോസ്തലന്മാർ ഇത് കാട്ടി തന്നിട്ടുള്ള 3-ാം നൂറ്റാണ്ടിൽ ഗീവർഗീസ് ജനിച്ചു വന്ന ചരിത്രമേ ഉള്ളൂ. ജനിച്ചിട്ടില്ല, ചരിത്രം മാത്രമേ ഉള്ളൂ ജനിച്ചു വന്നു 3-ാം നൂറ്റാണ്ടില്. അപ്പൊ ജനിക്കാത്ത ഒരാൾക്ക് ഒരു അമ്മക്കഥയുടെ പേരിൽ നടക്കുന്ന ഈ കോപ്രായങ്ങൾ എത്രയോ ബാലിശമാണ് സഹോദരങ്ങളെ. ഒന്ന് ചിന്തിച്ചു നോക്കും. എത്രയോ നിങ്ങൾ എങ്ങനെ ഒരു ക്രിസ്ത്യാനിയാകും? ഈ നേർച്ച കാഴ്ചയ്ക്ക് കോഴിയെ ചുമന്നുകൊണ്ട് പോണ നിങ്ങൾ എങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടും? സപ്പോസ് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഈ വിശുദ്ധ സത്യവേദ പുസ്തകം ഇരിപ്പില്ലേ? ഇതൊന്ന് തുറന്ന് വായിച്ചാൽ യഥാർത്ഥമായി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പാപത്തിന്റെ വഴിയിൽ നിന്നും തലമുറകളെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ജീവിക്കുന്ന അത്യുന്നതനായ ദൈവമുണ്ട്. ഈ ദൈവത്തിന് രക്തബലി ആവശ്യമില്ല. ഈ ദൈവത്തിന് ഇനി പാമ്പിന്റെ കുരുതിച്ചോരയുടെ ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരാത്തക്കവണ്ണം പാപം ചെയ്ത് എങ്കിൽ ഞാൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായം 22-24 വരെ വായിക്കുമ്പോൾ, പിന്നെ അഹറോൻ ജനത്തിന്റെ നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാന യാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. പിന്നെയും അഹറോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്നു ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിന് പ്രത്യക്ഷമായി. യഹോവയുടെ സാന്നിധ്യത്തിൽ നിന്ന് തീ പുറപ്പെട്ടു. യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു. പഴയ നിയമത്തില് ഒരുവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തിന്റെ പരിഹാരമായി അവൻ കാളയെ കൊണ്ടുപോകണം. അവന് മഹാപുരോഹിതൻ കാളയുടെ തലയിൽ കൈവയ്ക്കുകയും അത് യഹോവയ്ക്ക് യാഗമായി അർപ്പിക്കുകയും അതിന്റെ രക്തസമാഗമന കൂടാരത്തെ തളിക്കുകയും ചെയ്തു. അത് സകല ജനത്തെ പാപമോചനത്തിന് ആശീർവദിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എന്നേക്കുമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇനി നീ കാളയെ കൊണ്ടുപോകണ്ട, നീ ഇനി പുണ്യാളന് കോഴിയെ കൊടുക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. ഈ പുണ്യാളന് കൊടുക്കുന്ന കോഴി ബലി ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവം മടുത്തു നിന്റെ പ്രാർത്ഥന. ഈ മ്ലേച്ഛ വിഗ്രഹത്തെ ആലയത്തിന്റെ അകത്ത് പ്രതിഷ്ഠിച്ച ദൈവം പറയും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. ഇന്ന് കേരളത്തിൽ എത്രയോ ചർച്ചുകളിൽ ധൂപാർപ്പണം നടത്താൻ വേണ്ടി ഗീവർഗീസിന്റെ ഫോട്ടോ വെച്ചേക്കുന്നു. എന്നിട്ട് കോഴിയെ പച്ചയ്ക്ക് കുരുതി ബലി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ കൊടുക്കുന്ന നരബലിക്ക് പകരമല്ലേ എന്ന് കോഴിയുടെ ബലി കൊടുക്കുന്നത്. ചിന്തിച്ചു നോക്കിയ നിങ്ങൾ. അപ്പൊ ചോര കൊടുത്താൽ മാത്രം പ്രസാദിക്കുന്ന ഈ പുണ്യാളൻ ഏത് വ്യവസ്ഥയിൽപ്പെടും? ദൈവത്തിന്റെ ആത്മാവുള്ളവനാണോ അതോ ഏത് ആത്മാവുള്ളവനാണെന്ന് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ചാരായവും ചോരയും കൊടുത്താലേ ഈ പുണ്യാളം പ്രസാദിക്കുള്ളൂ. ചാരായവും ചോരയും കൊടുത്താലേ പാമ്പിനെ വീട്ടിൽ കയറ്റാതിരിക്കത്തുള്ളൂ. എടാ, പാമ്പ് പിശാചിന്റെ പ്രതീകമായി ഇതിനെ തകർത്തവനായി എൻ്റെ ദൈവം. എന്നിട്ട് അതേ പാമ്പ് കയറാതിരിക്കാൻ മറ്റൊരാളെ കൂട്ടുപിടിച്ചിട്ട് ഇത് ചെയ്യുന്നു. എത്രയോ ബലഹീനമാണ് ചെയ്യുന്നത്. എത്രയോ മ്ലേച്ഛതയാണ് ക്രിസ്ത്യാനി എന്ന് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എഫേസ്യ ലേഖനം അതിൻ്റെ 18-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ. 19-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അന്ന് ജനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൽ നിന്ന് അകന്നിട്ട് തങ്ങളെ തന്നെ ഇതുപോലെയുള്ള പാപത്തിന്റെ അവസ്ഥയിലേക്ക് രക്തബലി കൊടുക്കാനും ചാരായം കൊടുത്ത് പ്രീതിപ്പെടുത്താനും ആ ഇറച്ചി തന്നെ, ആ കോഴിയെ തന്നെ വേവിച്ച് ഊട്ടുനേർച്ച എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ, ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളെ അടിമപ്പെടുത്തുവാനും ജനമുയർന്നു. എന്നിട്ട് പറയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇതൊരു എങ്ങനെ കേൾക്കും? ദൈവമായിട്ട് എന്ത് കണക്റ്റഡ് ഉണ്ട്? ദൈവമായിട്ട് എന്ത് ബന്ധമുണ്ട്? യേശു ആരാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വിശ്വാസികൾ ഇവിടെ വന്ന് കോഴികളെ വച്ച് തിന്നുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് വർഷങ്ങളായിട്ട് കാരണവന്മാരായിട്ട് തുടങ്ങിയിട്ട് ഗിവർഗീസിനോട് പ്രാർത്ഥിച്ചിട്ട് പറയും പാമ്പിനെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ വീട്ടിൽ പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗിവർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കോഴിയെ പുണ്യാളന് നേർച്ചയായിട്ട് നൽകാം എന്ന ഒരു നേർച്ച അങ്ങ് നേരും. അപ്പോൾ അന്ന് എല്ലാവരും ഒന്നും ഇടപ്പള്ളി പള്ളിയിൽ വന്ന് കോഴീനെ നേർച്ച കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വരുന്ന ആരെങ്കിൻ്റെയൊക്കെ കയ്യിൽ ഓരോ വീട്ടിൽ നിന്നും, ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ഒരു കോഴിയെ നേർച്ചയായിട്ട് എടപ്പള്ളിക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തു വിടും. അവർ ഇവിടെ വന്നിട്ട് ആ കോഴിയുടെ ഒരു കാശ്, ഒരു നിശ്ചിത തുക അവർ തന്നെ കണക്കാക്കിയിട്ട് ആ തുക നേർച്ചയായിട്ട് ഇട്ടുകൊണ്ട് ആ കോഴിയെ ഇവിടെ വന്ന് കൊന്ന് തിന്നിട്ട് പോകുന്ന, കഴിച്ചിട്ട് പോകുന്ന ഒരു. യെശയ്യാവ് 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, അയ്യോ കഷ്ടം. യെശയ്യാവ് പറയാം, അയ്യോ കഷ്ടം, സന്ദർശന ദിവസത്തിലും ദൂരത്ത് നിന്ന് വരുന്ന വിനാശത്തിലും നിങ്ങൾ എന്തു ചെയ്യും? യെശയ്യാവ് ചോദിക്കുന്നതാ. ഈ കോഴിച്ചോര കൊടുക്കാൻ പോകുന്നവരോട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അയ്യോ കഷ്ടം, നിങ്ങളുടെ കാര്യം കഷ്ടം, നിങ്ങളുടെ കാര്യം കഷ്ടം. സന്ദർശന ദിവസത്തിൽ അത്യുന്നതനായ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ദൂരത്തു നിന്നും വരുന്ന വിനാശത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? സഹായത്തിന് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകുന്ന ചോദിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ പടിവാതിക്കൽ ഈ കഷ്ടം വന്നു നിൽക്കുക. നിങ്ങൾ ആരുടെ മുമ്പിൽ കൈമലർത്തും? കുതിരപ്പുറത്തുമായി ഗീവർഗീസ് നിങ്ങളെ വിടുതൽ തരാൻ വരും? അല്ല, നിങ്ങൾ പാമ്പിനെ പ്രീതിപ്പെടുത്തിയ പാമ്പ് നിങ്ങളെ സഹായത്തിന് വരുമോ? സ്വയം ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കാം. വരത്തില്ല. നിങ്ങൾ ആരുടെ അടുത്തേക്ക് ഓടിപ്പോകും? കർത്താവിനെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ ക്രിസ്ത്യാനി, മാമോദിസ മുങ്ങി സ്നാനപ്പെട്ടു, അത്രേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കില്ല. അവിടെ വെച്ച് നിങ്ങൾ മുറിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? സ്വയം നിങ്ങളൊന്ന് ബോധ്യപ്പെടും. നിങ്ങളെ ഇന്നും ദൈവം വിളിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ചങ്ക് പൊട്ടി കരയുന്ന ഒരു ദൈവമുണ്ട്. 2000 വർഷങ്ങൾക്ക് തൻ്റേതല്ലാത്ത നിങ്ങളെ തൻ്റേതാക്കി മാറ്റി കാൽവരി ക്രൂശിൽ വേദന അനുഭവിച്ച് പിടഞ്ഞ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിനുള്ളവരാണെന്ന് മുദ്രയിട്ട നിങ്ങൾ ഇന്ന് കാണിക്കുന്നു പുണ്യാളനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൈവം. ഈ പുണ്യാളന് ഞങ്ങൾ ചോര കൊടുക്കും. ഈ പുണ്യാളന് ഞങ്ങൾ ചാരായം കൊടുത്ത് പ്രീതിപ്പെടുത്തും. അതിനകത്തൊരു സംഭവമുണ്ട്. താഴെ കോലിട്ട് കുത്തുന്നത് പാമ്പിനെയാണ്. അപ്പൊ പാമ്പിന് ചാരായം, സാത്താന് ചാരായം ഇഷ്ടമാണ്, പുണ്യാളന് കോഴി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ പ്രിയ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആശ്രയിപ്പാൻ, നിങ്ങൾക്ക് വിടുതൽ തരുവാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ, നിങ്ങളെ മാറോട് ചേർത്ത് പിടിപ്പാൻ യേശുക്രിസ്തു എന്ന ഏക ദൈവമല്ലാതെ മറ്റൊരു രക്ഷ നിങ്ങൾക്ക് ഈ ഭൂമിയിലില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഏക നാമം യേശു എന്ന നാമം. ഈ നാമത്തിൽ ആശ്രയിപ്പാൻ നിങ്ങളെ ക്ഷണിക്കുക, നിങ്ങളെ വെൽക്കം ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.